അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. ദുനിയാവിൽ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് വീട് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് നടക്കുന്നവർ, ഒരു വീട് കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട്. വാടക വീട്ടിൽ കാശ് കൊടുത്ത് മടുത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വീടുമായി ബന്ധപ്പെട്ട്, വീട് പകുതിയാക്കിയിട്ട് ബാക്കി തീർക്കാൻ കഴിയാതെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന നമുക്കിടയിൽ തന്നെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ആൾക്കാർക്കുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ. വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീടിന് ഈ ദുനിയാവിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നമായിട്ട് ഒരു വീട് നിർമ്മിക്കണം, അല്ലെങ്കിൽ നല്ലൊരു വീട് നിർമ്മിക്കണമെന്ന് കൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണും. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ എന്തായാലും നിങ്ങൾക്കുള്ളത് ഇതിലുണ്ട്. അല്ലാഹു തആല നിങ്ങളുടെ വീട് പണി പൂർത്തിയാക്കി നിങ്ങളെ സന്തോഷത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുപെട്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു പോവുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ദുആ ഉണ്ട്. ആ ഒരു ദുആ നമുക്ക് ചൊല്ലിയാണ് വേണ്ടത്. വളരെ ചെറിയൊരു ദുആയാണ്. അത് നമ്മൾ ഓതിക്കഴിഞ്ഞ് നിയ്യത്തൊക്കെ വെച്ച് ഓതിക്കഴിയുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലാകും കേട്ടോ. അപ്പോൾ ദുആ ഇതാണ്: അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹക്കിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹിലുലി അൽ ബൈത്ത. ഇതാണ് ദുആ. ഈ ഒരു ദുആ നമ്മൾ 21 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ചൊല്ലി തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു നിയ്യത്തൊക്കെ വെച്ച് നല്ല ഇഖ്ലാസോട് കൂടെ, നല്ല ഭക്തിയോട് കൂടെ വേണം ഓതാനായിട്ട്, ചൊല്ലാനായിട്ട് കേട്ടോ. ഇങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തന്ന് നമ്മുടെ വീട് എന്ന് പറയുന്ന സ്വപ്നം അല്ലാഹു തആല യാഥാർത്ഥ്യമാക്കി തരും. ഇതുപോലത്തെ ഒരുപാട് കൂട്ടുകാരുടെ വീടില്ലാതെ വിഷമിക്കുന്നവർ, അവരിലേക്കൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഇങ്ങനെ ഒരു അമൽ ചെയ്യാൻ നിങ്ങൾ കാരണമായി കഴിഞ്ഞാൽ അല്ലാഹു തആല അതിനുള്ള ആ ഒരു റഹ്മത്തും ബറക്കത്തും കൂടി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അത് മനസ്സിലാക്കിയിട്ട് മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന എപ്പോഴും ലൈക്ക് ചെയ്യാൻ പറയണം. എന്തിനാണെന്ന് വെച്ചാൽ, ലൈക്ക് ചെയ്താൽ യൂട്യൂബ് ഒരുപാട് പേരുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിക്കുകയുള്ളൂ. അതായത് യൂട്യൂബിന് ഈ ഒരു വീഡിയോ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് മുമ്പിലേക്ക് എത്തിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നൊരു അമലായിട്ട് അല്ലാഹു തആല കൂട്ടും. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ നിസ്സാര കാര്യമാണെങ്കിലും ഒരുപാട് പേരുടെ മുമ്പിലേക്ക് നല്ലൊരു അമൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.